ബിഗ് ബോസ് സീസൺ 6 ഉയർന്നു വന്ന ഒരു പുത്തൻ താരോദയമാണ് അർജുൻ ശ്യാം ഗോപൻ. മോഡലും ജൂഡോ പ്ലെയറുമായ അർജുൻ 2020 മിസ്റ്റർ കേരള ടൈറ്റിൽ വിന്നറുമാണ്. പ്രതിസന്ധികളോട് പടപൊരുതിയാണ് ഈ ചെറുപ്പക്കാരൻ ഇന്നീ വിജയം കൈവരിച്ചിട്ടുള്ളത്. ബിഗ് ബോസ് സീസൺ 6 19 മത്സരാർത്ഥികളിൽ ഒരാളായി ഹൗസിലെത്തിയ ഈ ചെറുപ്പക്കാരൻ ക്ഷണനേരം കൊണ്ടാണ് ജനമനസ്സുകളിൽ ഇടം നേടിയത്. പതിവ് ബിഗ് ബോസ് മത്സരാർത്ഥികളെ പോലെ ഒരുപാട് അഗ്രസീവോ എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയോ അല്ല അർജുൻ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കും, അല്ലാത്തപ്പോഴെല്ലാം നിശബ്ദമായിരിക്കും. ഇതാണ് അർജുൻ്റെ ഒരു രീതി, ഒരു ജെന്റിൽമാൻ ക്യാരക്ടർ. ഇതുതന്നെയാണ് പ്രേക്ഷകരെ ഒന്നടങ്കം അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചതും. മാത്രമല്ല, കണ്ടസ്റ്റൻ്റായ ശ്രീതു കൃഷ്ണനുമായുള്ള ഫ്രണ്ട്ഷിപ്പും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇവർ തമ്മിലുള്ള കളിയും ചിരിയും സംസാരവുമെല്ലാം കേൾക്കാൻ ലക്ഷക്കണക്കിന് പ്രേക്ഷകരായിരുന്നു കാത്തിരുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6 അവസാനിച്ച സ്ഥിതിക്ക് ഇവരെയെല്ലാം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. തൻ്റെ വ്യക്തിത്വവും നർമ്മം കലർത്തിയുള്ള പെരുമാറ്റവുമാണ് പ്രേക്ഷകർ ഒന്നടങ്കം വളരെ പെട്ടെന്ന് തന്നെ തങ്ങളിലൊരാളായി അർജുനെ സ്വീകരിക്കാൻ കാരണം. ഒരു ഘട്ടത്തിൽ അർജുൻ ടൈറ്റിൽ വിന്നർ ആവുമോ എന്നുപോലും ഊഹാപോഹങ്ങളുണ്ടായിരുന്നു. ഇതേ തുടർന്ന് കടുത്ത വ്യക്തിഹത്യയായിരുന്നു അർജുന് നേരിടേണ്ടി വന്നിരുന്നത്. സഹമത്സരാർത്ഥിയും മേക്കപ്പ് ആർട്ടിസ്റ്റുമായിരുന്ന ജാൻമണിയുമായിട്ട് ഉണ്ടായിട്ടുള്ളത് വെറും ഒരു സൗഹൃദം മാത്രമല്ല, അതൊരു ബോയ് ഫ്രണ്ട് റിലേഷൻഷിപ്പാണെന്നുകൂടി അപവാദ പ്രചാരണങ്ങളുണ്ടായിരുന്നു. ഈ അപവാദ പ്രചാരണത്തിന് വളരെ കുറച്ചു കാലം മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. കാരണം അർജുൻ്റെയും ജാൻമണിയുടെയും മ്യൂച്വൽ ഫ്രണ്ട് വന്ന് സത്യമെന്താണെന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. അർജുൻ്റെ സുഹൃത്തല്ല ജാൻമണിയെന്നും അവർ തമ്മിൽ വെറും പരിചയം മാത്രമേ ഉള്ളൂവെന്നും യഥാർത്ഥത്തിൽ ജാൻമണിയുടെ സുഹൃത്ത് താനാണെന്നും ആ വ്യക്തി പറയുകയുണ്ടായി. അതേ തുടർന്ന് ആ വിവാദം കെട്ടടങ്ങി. ഏഷ്യാനെറ്റ് അർജുനെ ടൈറ്റിൽ വിന്നറാക്കാനുള്ള പ്രീ പ്ലാൻ പദ്ധതി അണിയറയിൽ ഒരുക്കുന്നുണ്ടെന്നായിരുന്നു അടുത്ത വിവാദം. അതുകൊണ്ടാണ് അർജുൻ ഇപ്പോൾ പതിവിൽ കവിഞ്ഞ് കൂടുതൽ സ്ക്രീൻ സ്പേസ് ചാനൽ കൊടുക്കുന്നതെന്നുവരെ ഒരു കൂട്ടർ വാദിച്ചു. അപവാദ പ്രചാരണങ്ങളെയെല്ലാം അസ്ഥാനത്താക്കി ടൈറ്റിൽ വിന്നറായത് ജിൻഡോ ബോഡി ക്രാഫ്റ്റ് ആയിരുന്നു. അർജുൻ ഫസ്റ്റ് റണ്ണറപ്പും. മാത്രമല്ല, ജിത്തു ജോസഫ് എന്ന മലയാളത്തിലെ പ്രശസ്തനായ സംവിധായകൻ്റെ പുതിയ പടത്തിലേക്കുള്ള ക്ഷണവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അർജുൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സിനിമയിലേക്കുള്ള വാതിൽ അദ്ദേഹത്തിന് തുറന്നു കിട്ടി. ഇനി നമുക്ക് അർജുനെ ബിഗ് സ്ക്രീനിൽ കാണാം. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.